ഇന്നലെ ലോക്പാലിന്റെ തലവനായിട്ട് ചാർജ് പുള്ളി സുപ്രീം കോടതിയിൽ വിരമിച്ചിട്ട് കേവലം അധികം ദിവസമായിട്ടില്ല. ഇവിടെ ഏറ്റവും അവസാനത്തെ ഒരു വിധിയായിരുന്നു ഗ്യാൻവാബി പള്ളി പൂജയ്ക്ക് തുറന്നു കൊടുത്തു. അതിന് മുൻപ് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ ഗുജറാത്ത് കൂട്ടക്കൊലയിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ക്ലീൻ ചിറ്റ് കൊടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന്റെ അതിനെതിരെ പോയ ആ അപ്പീൽ ഇദ്ദേഹത്തിന്റെ ബെഞ്ചാണ് ഇരുവരെയും ശിക്ഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കേണ്ടതില്ലെന്ന് കാണിച്ച് അവസാനിപ്പിച്ച ബെഞ്ച്. പിന്നെ ജസ്റ്റിസ് ദീപക് മിശ്ര, നേരത്തെ പറഞ്ഞ രഞ്ജൻ ഗൊഗോയിയെ കുറിച്ച് പറയുമ്പോൾ ഞാനൊക്കെ ഒരു കാലത്ത് ഒരു അഭിമാനം കൊണ്ടാണ്. കാരണം സുപ്രീം കോടതിയിൽ നിന്ന് 4 ജഡ്ജിമാർ പുറത്തിറങ്ങി വന്നിട്ട് സുപ്രീം കോടതിയുടെ ലോണിൽ ഇരുന്ന് ഇങ്ങനെ ഈ രീതിയിൽ കോടതി പോയാൽ ഇന്ത്യയെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ലെന്ന് പറഞ്ഞ 4 പേര് ജസ്റ്റിസ് സെനേഴ്സ് അടക്കമുള്ള ആ 4 പേരിൽ ഒരാളായിരുന്നു രഞ്ജൻ ഗൊഗോയി. അതായത് സുപ്രീം കോടതിയെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പുറത്ത് വന്ന് പരസ്യമായിട്ട് വാർത്താസമ്മേളനം വിളിച്ചയാളാണ്. രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ടെലിവർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് പാർലമെന്റിലെ MP ആണ്, രാജ്യസഭ MP. അത് വളരെയധികം മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നും വീണ്ടും മോശമായ സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി, ആം ആദ്മി പാർട്ടിയുടെ പോളിസി, ആം ആദ്മി പാർട്ടിയുടെ നയങ്ങൾ, ലക്ഷ്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. തന്നെ മറുപടി തന്നു. നമുക്ക് പോലും, എനിക്ക് പോലും പഠിക്കാൻ പറ്റി. ഈ ചോദ്യങ്ങൾ നമ്മൾ പലർക്കും ഫേസ് ചെയ്യുന്നതാണ്. മദ്യനയം എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത്? അതായത് പൊളിറ്റീഷ്യൻസിന്റെ കറപ്ഷനെതിരെ വരുന്ന നിയമങ്ങളല്ല അവിടെ അതിനു വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട നിയമങ്ങളിൽ അവരകത്ത് കിടക്കുന്നു, അവർക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നു. സാധാരണക്കാരനെന്ന് കാണുമ്പോൾ ഇവർക്ക് ജാമ്യം പോലും കിട്ടുന്നില്ലേ, സുപ്രീം കോടതി പോലും ജാമ്യം തരുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് അവരോട് പോലും പറയാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഈ മാറിയ സാഹചര്യം പഠിപ്പിച്ചു കൊടുക്കണം. കുറച്ച് പുറകോട്ട് പോയാൽ 22 വർഷങ്ങൾക്ക് മുമ്പ് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന് നമ്മൾക്കൊക്കെ സ്വപ്നം കാണാവുന്ന ഒരു വലിയ പോസ്റ്റാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അതിൽ തന്നെ IAS IPS കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ റവന്യൂ സർവീസ്, അത് റാങ്കോട് കൂടി പാസ്സായ മനുഷ്യൻ. ആ മനുഷ്യൻ സെയിൽ ടാക്സിന്റെയും മറ്റും ഉന്നത പദവിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഡിപ്പാർട്ട്മെന്റുകളിലെ അകത്തളങ്ങളിൽ നടക്കുന്ന അഴിമതി കണ്ട് മടുത്തിട്ട് ഈ ജോലി രാജിവെച്ച് പുറത്തിറങ്ങുകയും സ്വരാജ് എന്നൊരു ബുക്ക് എഴുതുകയും ചെയ്തു. നമ്മൾ ആം ആദ്മി പാർട്ടിക്കാരന്റെ ബൈബിൾ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കാരന്റെ ഖുർആൻ, അല്ലെങ്കിൽ നമ്മുടെ ഗീത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലായിടത്തും പറയുന്ന ഒരു ബുക്കാണ് സ്വരാജ്. നമ്മളെല്ലാരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഇന്ത്യയിലെ ഈ അഴിമതിയെ കുറിച്ച് വളരെ ഭംഗിയായി ഇത്ര കൃത്യമായിട്ട് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടാകില്ല. കാരണം അത് കണ്ടു പഠിച്ചയാളാണ്, അത് കണ്ട് മനസ്സിലാക്കിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം 22 വർഷം മുമ്പ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ചുമ്മാ ഇരുന്നില്ല. അന്ന് മദർ തെരേസയുടെ ഒരു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷമാണ് പരിവർത്തൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി ഡൽഹിയിലെ തെരുവിലേക്ക് ഇറങ്ങിയത്. നമുക്കൊക്കെ അറിയാം രാഷ്ട്രീയം എത്രത്തോളം നമ്മളിൽ പിടിമുറുക്കിയെന്ന്. ഇപ്പോഴല്ല, ആ കാലത്ത് രാഷ്ട്രീയം അത്രത്തോളം പിടിമുറുക്കിയിരുന്നു. അന്ന് മൻമോഹൻ സിംഗിന്റെ ഭരണമായ കാലഘട്ടമാണ്. ഏതാണ്ട് 10 വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു UPA ഗവൺമെന്റ് ആയിരുന്നു മൻമോഹൻ സിംഗിന്റെ. ആ കാലത്താണ് അരവിന്ദ് കെജ്രിവാളും സംഘവും തെരുവിലേക്ക് ഇറങ്ങിയത്. അന്ന് അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ അന്നത്തെ ഒരു ഉന്നത വ്യക്തിത്വം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അഴിമതികൾ കണ്ട് അവർക്കെതിരെ ഒരു നിയമവ്യവസ്ഥ ഇല്ലല്ലോ എന്ന് ഭയന്ന് ഇവിടുത്തെ ഒരു ലോക്പാൽ എന്ന് പറഞ്ഞൊരു സാധനം ഭരണഘടന പറയുന്നുണ്ട്. ആ ലോക്പാൽ അല്ല, ഒരു ജൻ ലോക്പാൽ, ഒരു യഥാർത്ഥ ലോക്പാൽ. അതായത് ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി കാണിച്ചാൽ അത് ഇങ്ങ് താഴെ ഒരു മന്ത്രിയുടെ ഓഫീസ് മുതല് അത് ബ്യൂറോക്രസിയിലോട്ടും എവിടെയും ഉള്ള ഒരാളെ അഴിമതി കാണിച്ചാൽ അയാൾക്കെതിരെ ഒരു കേസ് എടുത്താൽ കൃത്യമായിട്ട് 1 വർഷം കൊണ്ട് ആ കേസ് തീരണം. ജൻലോക്പാൽ ഇച്ചിലൂടെ കടന്ന് 6 മാസം കൊണ്ട് തീർക്കണമെന്നാണ് പറഞ്ഞത്. അതിനെങ്ങനെ ശിക്ഷ വിധിക്കണമെന്നും ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് പാസ്സാക്കണമെന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഒരു സംഘം ആൾക്കാർ ഇറങ്ങി അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ. പിന്നീട് നമുക്ക് മനസ്സിലായി ആ സമരത്തിന്റെ ചുക്കാൻ പിടിച്ചതിൽ ഒരു പ്രധാനി നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദർ ഇളക്കി മറിച്ച ഒരു സമരമായിരുന്നു. നമുക്കൊക്കെ അറിയാം എത്രയോ ആൾക്കാര്, വലിയ വലിയ ഉദ്യോഗാർത്ഥികൾ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി സമയം കളഞ്ഞിട്ട് ഈ ജന്തർ മന്ദറിൽ വന്ന് ഈ സമരത്തിന് പിന്തുണ കൊടുത്തു. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഒരുപാട് ഭയപ്പെട്ടു പോയി. ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായി. ഈ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷന്റെ മുൻനിരയിൽ നിന്ന് അന്ന് ഈ ബ്യൂറോക്രസിയിൽ തന്നെ വിരമിച്ച കിരൺ ബേദിയെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇതിന്റെ മുൻനിരയിൽ വരികയും ചെയ്തപ്പോൾ ഇതൊരു വലിയ സംഘമായി മാറും എന്നൊരു തോന്നലുണ്ടായി. ആ തോന്നലിന്റെ വെളിച്ചത്തില്
ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേക്കാവുന്ന അവസാനം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു പോയി. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഇങ്ങനെ ഒരു സംഘടന, അതായത് പരിവർത്തൻ എന്ന് പറഞ്ഞൊരു സംഘടന അരവിന്ദ് കെജ്രിവാളും സംഘത്തിനും ഉണ്ട്. ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ് പുതിയ ഈ രീതിയിലുള്ള സംഘടനയുമുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കപ്പെടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നു. അങ്ങനെ ഉയർന്നു വന്നപ്പോൾ ഈ പുഴുക്കത്തായ ഇന്ത്യൻ രാഷ്ട്രീയം, അതായത് ഒരു ക്യാൻസർ പിടിച്ച് പല ഭാഗവും ചെത്തി മാറ്റേണ്ടി വരുന്ന ഇന്ത്യൻ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തെ ശുദ്ധമാക്കണമെങ്കിൽ ഇതിനകത്തോട്ട് തന്നെ ഇറങ്ങി, ആ തൊലിപ്പുറമെ ചികിത്സിച്ചാൽ പോരാ, ഇതിന്റെ ആഴങ്ങളിലേക്ക് വന്നിട്ട് ഇതിനകത്തുനിന്ന് തന്നെ ഇതിനെ ശുദ്ധിയാക്കാൻ പറ്റത്തുള്ളെന്ന് അരവിന്ദ് കെജ്രിവാൾജിക്ക് മനസ്സിലായി. കൂടെ മനീഷ് സിസോദിയയും അന്ന് പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും അടങ്ങുന്ന ഒരു വലിയ നേതൃത്വം വരെയുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഈ രാഷ്ട്രീയത്തെ ശുദ്ധമാക്കണമെങ്കിൽ, ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകാതെ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അത്ര നാളെ കൂടെ ഉണ്ടായിരുന്ന അണ്ണാ ഹസാരെ, കിരൺ ബേദി, വി കെ സിംഗ് തുടങ്ങിയവര് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. അവർ പറഞ്ഞത് രാഷ്ട്രീയം നല്ലതല്ല, അത് വേണ്ടാന്ന് പറഞ്ഞ് അവര് കുറച്ചുപേര് മാറുകയും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ മനീഷ് സിസോദിയയും പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും അടങ്ങുന്ന നേതൃത്വനിര ആം ആദ്മി പാർട്ടിക്ക് രൂപം. ഈ ആം ആദ്മി എന്ന പേര് തന്നെ നമുക്കറിയാം, സാധാരണക്കാരന്റെ പാർട്ടി. ഈ പാർട്ടിക്ക് രൂപം കൊടുത്തു. ഈ പാർട്ടി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ ഭരണഘടനാ ദിനമായ ആ ദിവസമാണ്. അതാണ് തെരഞ്ഞെടുത്തത്, നവംബർ 26. ആ ദിവസം തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ പാർട്ടി ഉദ്ഘാടനം ചെയ്തത്. ഈ പാർട്ടി ഉദ്ഘാടനം ചെയ്ത അതേ ദിവസം തന്നെ നമ്മുടെ കേരളത്തിലും ഈ പ്രസ്ഥാനം ഉണ്ടായി. കോട്ടയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഗാന്ധി സ്ക്വയറിലെ തിരിതെളിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം, ഈ പാർട്ടി അന്ന് രൂപീകരിക്കപ്പെട്ടത്. ആ സമയത്താണ് രാജ്യത്തെ നടുക്കിക്കൊണ്ട് ഡൽഹിയിലെ ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുകയും തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം. ഈ സംഭവം അന്നത്തെ ഗവൺമെന്റിനെതിരെ ഒരു വലിയൊരു ആയുധമായി മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് ഡൽഹിയിലെ തെരുവുകളിൽ രാത്രികാലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുള്ളിടത്ത് അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് എന്നൊരു ക്വസ്റ്റ്യനും ഉയർന്നു വന്നു. ആം ആദ്മി പാർട്ടി കൃത്യമായി ഈ രംഗത്ത് വരികയും ആം ആദ്മി പാർട്ടിയുടെ നയങ്ങൾ, നമ്മളെപ്പോഴും പറയും ഇവിടുത്തെ മുത്തശ്ശി പാർട്ടി, നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എടുക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ നയങ്ങളുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ CPM-ന്റെ അല്ലെങ്കിൽ CPI-യുടെ ഭരണഘടന വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഞെട്ടിപ്പോകും. എത്ര രസകരമായ സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള നയങ്ങളാണ് അതിനകത്തുള്ളത്. പക്ഷെ അവരൊക്കെ ഭരണത്തിൽ വന്ന് ഇന്ന് 60-70 വർഷം പൂർത്തിയാകുമ്പോൾ ആ നയങ്ങളൊക്കെ എവിടെ പോയി എന്ന് നമ്മൾ ആലോചിക്കും. സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്, കേരളത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മനസ്സാണ്. അതല്ല എന്ന് ആര് പറഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഒരു ഇടതുപക്ഷ മനസ്സാണ് കേരളത്തിൽ എപ്പോഴും ഉള്ളത്. നിങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഈ CPM-ഓ CPI-യോ മാത്രമല്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു നയവ്യതിയാനം, അതായത് ഒരു കാര്യം ശക്തമായിട്ട് മുന്നോട്ടൊരു ടീം പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് തെറ്റാണെന്നും അതിനകത്ത് ഇന്ന മാറ്റങ്ങളും വേണമെന്ന് പറഞ്ഞു വന്ന ആ തിരുത്താൻ വന്നവരാണ് യഥാർത്ഥ ഇടതുപക്ഷം. ആ ഒരു പേരിലാണ് ഇവരൊക്കെ രംഗത്ത് വന്നത്. നമുക്കറിയാം, ഒരു 2 തലമുറ പുറകോട്ട് പോയാല് ഇവിടെ ജന്മിത്വം കുടി കുത്തി വാണിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ ജന്മിത്വത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്ന അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയവരാണ്. അതൊക്കെ ഇവിടുത്തെ മലയാളികളുടെ മനസ്സിൽ വേര് പിടിച്ചു പോയി. നമ്മൾ കൊയ്യും വയലല്ല, നമ്മളുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു സ്ലോഗൻ ഉണ്ട്. പക്ഷെ വയലൊക്കെ പിന്നീട് ഈ പൈങ്കിളിക്ക് കിട്ടിയില്ല എന്നുള്ളത് വേറെ സത്യം. പക്ഷെ ഈ പൈങ്കിളിയെ പോലുള്ളവർ വിചാരിച്ചിരുന്നു ഇതെല്ലാം നമുക്ക് കിട്ടുമെന്ന്. അങ്ങനെയാണ് കേരളത്തില് ലോകത്തിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ ഒരു ഇടതുപക്ഷ മന്ത്രിസഭ വന്നത്. കേരളത്തിലെ EMS-ന്റെ മന്ത്രിസഭയാണ്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാനത് ആരോടും പറയുന്നില്ല. അപ്പൊ ഇത്രയും വലിയ പോളിസികൾ മുന്നോട്ട് വെച്ച ഈ പാർട്ടികൾ കേവലം 60-70 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ പോളിസികള് നമുക്ക് പുറത്ത് പറയാൻ കൊള്ളു തരുന്ന പോളിസിയായി. അവരാണ് അരവിന്ദ് കെജ്രിവാളിനോട് സംഘത്തോട് ചോദിച്ചത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ആം ആദ്മി പാർട്ടിയുടെ പോളിസി എന്താണ്? വർഗീയതയ്ക്കെതിരെയുള്ള പോളിസി എന്താണ്? മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള പോളിസി എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ പോളിസി എന്താണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അന്ന് 2012 അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് റൈറ്റ് ടു റീകോൾ, റൈറ്റ് ടു റിജക്ട്, ജൽ ലോക്പാൽ, കെട്ടിയിടാത്ത CBI തുടങ്ങിയ കാര്യങ്ങൾ. നമുക്കറിയാം, CBI കൂട്ടിലെ തത്ത, ED കൂട്ടിലെ തത്ത നമ്മൾ കേട്ടുപോയതാ. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഈ റൈറ്റ് ടു റീകോൾ അത് നമുക്കറിയാം. നമ്മുടെ ഒരു MP-യോ MLA-യോ ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. 5 വർഷം അയാൾ സുരക്ഷിതനാണ്. ഈ 5 വർഷം കൊണ്ട് അയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും
അതെല്ലാം ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു മാറ്റം വരുത്താൻ റൈറ്റ് ടു റീകോൾ വേണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. അതുപോലെ റൈറ്റ് ടു റിജക്ട്. നമുക്കിപ്പോ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ ഫ്രാൻസിസ് ജോർജും ചാഴിക്കാടനും അല്ലെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയും ഒരു 4 പേര് മത്സരിക്കുമെന്ന് കരുതുക. നമ്മൾ നോക്കുമ്പോൾ ചാഴിക്കാടൻ കൊള്ളത്തില്ല, ഫ്രാൻസിസ് ജോർജ് കൊള്ളത്തില്ല, BJP-യുടെ സ്ഥാനാർത്ഥി കൊള്ളത്തില്ല, 4-ാമൻ കൊള്ളത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 4 ഒരാൾ ജയിക്കും. 100 പേര് വന്ന് വോട്ട് ചെയ്താലും 51 വോട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്ന് പറയാൻ 4 പേര് മത്സരിക്കുമ്പോൾ 25 വീതം വെച്ച് പോയി ഒരാൾക്ക് 26 കിട്ടിയാൽ ആൾ ജയിക്കും. അത് നമ്മുടെ സിസ്റ്റം. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു പോരായ്മയായിട്ട് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ആ 26 വോട്ട് കിട്ടിയവൻ ജയിക്കുന്നു. ശരിക്കും 74 പേര് പുറത്തു നിൽക്കുക. അതായത് 74% വേണ്ടാത്ത ഒരു കാൻഡിഡേറ്റ് ആണ് 26% വോട്ട് കിട്ടി നമ്മളെ ഭരിക്കാൻ വരുന്നത്. അതിനൊരു മാറ്റം വരുത്താനാണ് റൈറ്റ് ടു റിജക്ട് ആം ആദ്മി പാർട്ടി പറഞ്ഞത്. അതായത് 4 പേര് മത്സരിച്ചാൽ ഈ 4 പേരെയും വേണ്ട എന്ന് പറയാനുള്ള ഒരു ബട്ടൺ, നോട്ടയല്ല, നോട്ടാ ബട്ടൺ അല്ല ആം ആദ്മി പാർട്ടി പറഞ്ഞത്. ഈ 4 പേരെയും വേണ്ട എന്ന് പറഞ്ഞൊരു ബട്ടൺ. ഈ 4 പേരെ വേണ്ട എന്ന് പറഞ്ഞ ബട്ടണിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ആ ഇലക്ഷൻ അവിടെ റദ്ദാക്കണം. പിന്നീട് വേറെ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. ഈ 4 പേർക്ക് പിന്നെ മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ നല്ല മുഖമുള്ള ആൾക്കാരെ, നല്ല മുഖം എന്ന് പറഞ്ഞാൽ ഗ്ലാമർ അല്ല, നല്ല ആൾക്കാരെ രംഗത്തിറക്കേണ്ട ഒരു ഗതികേടിലെത്തും. അത് മനസ്സിലായിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി കൃത്യമായിട്ട് റൈറ്റ് ടു റിജക്ട് പറഞ്ഞത്. അതുപോലെ നൂലിൽ കെട്ടി കിടക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നുള്ളത് നമ്മുടെ പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലിയിലേക്കോ പലപ്പോഴും നൂലിൽ കെട്ടി സ്ഥാനാർത്ഥികൾ ഇറക്കും. നാട്ടുകാരനായിരിക്കില്ല. പാർട്ടിക്കകത്തുള്ള കടപ്പാടുകളും പാർട്ടിക്കകത്തുള്ള അഡ്ജസ്റ്റ്മെന്റിന് കാരണം നമ്മളെ ഭരിക്കും. നമുക്ക് കോട്ടയക്കാർക്കൊക്കെ പലപ്പോഴും അറിയാം, പലപ്പോഴും പല MLA കോട്ടയക്കാരല്ല. അങ്ങനെയുള്ള കാഴ്ചകൾ വരുമ്പോൾ അതിനും ഈ റൈറ്റ് ടു റിജക്ട് നമ്മളെ സഹായിച്ചാലേ. പക്ഷെ അത് ആരും നടപ്പാക്കില്ല. അതുപോലെ ഈ ജൻലോക്പാൽ, ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്ന ജൻലോക്പാല് അണ്ണാ ഹസാരെ പറഞ്ഞ ജൻലോക്പാലിനേക്കാൾ ഇച്ചിലൂടെ കൂടുതലാണ്. 6 മാസം കൊണ്ട് കൃത്യമായിട്ട് ഒരു ആൾക്കെതിരെ, അതായത് പ്രധാനമന്ത്രി വരെ ജൻലോക്പാലിന്റെ പരിധിയിൽ വരും. ആ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കണം. നമുക്കറിയാം പിണറായി വിജയൻ പ്രതിയായിരിക്കുന്ന ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഏതാണ്ട് 36 തവണ മാറ്റിവെച്ചു. ഈ 36 തവണ മാറ്റി വെക്കാനായിട്ട് എത്ര വർഷം കടന്നു നമ്മളത് പഠിക്കണം. അതുപോലെ കെ കരുണാകരൻ പ്രതിയായിരുന്ന ഒരു പാമുവിൽ കേസുണ്ട്. കരുണാകരൻ മരിച്ചു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ പാമുവിൽ കേസിൽ എന്ത് സംഭവിച്ചത് നമുക്ക് ആർക്കും അറിയില്ല. അത് എന്നും എത്തിയിട്ടില്ല. അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയം എടുത്താല് ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികൾ വളരെ കുറവാണ്. കേരളത്തിലാണെങ്കിൽ ഒരു ബാലകൃഷ്ണപിള്ള മാത്രമേ ഉള്ളൂ. ആ ബാലകൃഷ്ണപിള്ളയെ 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചപ്പോൾ ഈ 1 വർഷം ആകുന്നതിന് മുമ്പ് ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഏതോ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോൾ അയാളെ പുറത്തിറക്കി വിട്ടു. പക്ഷെ പിന്നീട് അയാൾക്ക് ഒരു അസുഖമില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം എടുത്താലും വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് വേണം എന്നൊരു നയം മുന്നോട്ട് വെച്ചു ലോക്പാൽ. പക്ഷെ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു ലോക്പാൽ പാസാക്കി. ആ ലോക്പാല് വളരെ കോമഡി. ഇന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജഡ്ജിയെ തലവനാക്കി കൊടുത്ത ആ ലോക്പാലിനകത്ത് നിങ്ങൾക്ക് ആർക്കെതിരെ വേണമെങ്കിലും പരാതി ഉന്നയിക്കാം. പക്ഷെ നിങ്ങൾ ഉന്നയിച്ച പരാതി തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 1 വർഷത്തെ തടവിന് ശിക്ഷിക്കും. ഞാൻ തയ്യാറാവൂ? ഞാൻ എന്റെ MLA-ക്കെതിരെ അല്ലെങ്കിൽ എന്റെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഞാനൊരു പരാതി, എനിക്ക് വ്യക്തമായിട്ട് അറിവുള്ള ഒരു പരാതി കിട്ടി, ഞാൻ ഈ ലോക്പാലിൽ ഒരു പരാതി കൊടുത്തു. ലോക്പാൽ അന്വേഷണം നടത്തുമ്പോൾ നമ്മുടെ രാജ്യമാണ്, നമ്മുടെ കേരളമാണ്. ഈ അന്വേഷണങ്ങളിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നതുകൊണ്ട് കഷ്ടകാലത്തിന് ഈ MLA-ക്കെതിരെയുള്ള സ്ഥാനം എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ലെന്ന് വരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഒപ്പം നിൽക്കാവുന്ന വാക്ക് തന്നവര് കാല് മാറിയത് കൊണ്ട് എനിക്ക് തെളിയിക്കാൻ പറ്റാതെ വരുന്നു. എന്നെ 1 വർഷത്തെ തടവിന് ശിക്ഷിക്കും. ഞാൻ എന്തിനു പോകണമെന്ന് ഞാൻ സ്വയം ചിന്തിക്കും. ഞാൻ ഒരിക്കലും ഒരു MLA-ക്കെതിരെയോ ഒരു മന്ത്രിക്കെതിരെയോ ഒരു ഉദ്യോഗസ്ഥനെതിരെയോ പോലും ഞാൻ ഒരിക്കലും പരാതി കൊടുക്കാൻ പോകില്ല. ഇതാണ് ഇപ്പൊ ഇന്ത്യയിൽ പാസ്സാക്കി വെച്ചിരിക്കുന്ന ലോക്പാൽ. ഇതല്ല നമുക്ക് വേണ്ടത്. അതുപോലെ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വന്നത് കമ്മ്യൂണൽ, അതായത് വർഗീയത. ആ വർഗീയത എന്നുള്ള സാധനം അവിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു കൃത്യ നയമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ, കോർപ്പറേറ്റുകളുടെ ആവശ്യമാണ് ഈ വർഗീയത എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്തോണം, ഇവിടെ UPA ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവിടെ വന്ന് BJP ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും നമ്മുടെ രാജ്യം ഭരിക്കുന്ന അംബാനിയും അദാനിയും ഒക്കെ തന്നെയാ. അവരാണ് തീരുമാനിക്കുന്നത്. മുഹമ്മത്രയെ പാർലമെന്റിൽ ചില പ്രത്യേക ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ പറ്റാതെ വന്നപ്പോൾ ആ കേസ് എങ്ങനെ പോയി? ഈ ചോദ്യങ്ങൾ അവരെ കൊണ്ട് പൈസ കൊടുത്ത് ചോദിപ്പിച്ചതാണെന്ന്. ഏത് ക്വസ്റ്റ്യൻസാ? രാജ്യത്തിന് നേട്ടം ഉണ്ടാകാൻ പോകുന്ന ചോദ്യങ്ങൾ അവർക്ക് പണം കൊടുത്തോ അവരെ സ്വാധീനത്തിൽ ചോദിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ഭരണം മാറുന്നതല്ലാതെ കോർപ്പറേറ്റ് മുഖങ്ങൾ മാറുന്നില്ല. ഇതൊന്നും മാറുന്നില്ല. അവിടെയാണ് ആം ആദ്മി പാർട്ടി ക്രോണി ക്യാപിറ്റലിസത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാട്. ക്യാപിറ്റലിസം തെറ്റാണെന്ന് ആം ആദ്മി പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. നമ്മൾ ക്യാപിറ്റലിസത്തിന് നമ്മൾ ഒരിക്കലും എതിര് പറഞ്ഞിട്ടില്ല. കാരണം ഡൽഹിയിൽ കറണ്ട് കൊടുക്കുന്നത് റിലയൻസ് എന്ന കുത്തക കമ്പനിയാണ്.
ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാ വീട്ടിലും 2000-3000 അടക്കം ബില്ല് വരുന്ന അതേ റിലയൻസിന്റെ അതേ കുത്തക കമ്പനി ആം ആദ്മി പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ 200 യൂണിറ്റ് വരെ പ്രതിമാസം, ഈ ദ്വൈമാസമല്ല, നമ്മൾ കേരളത്തിൽ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 2 മാസമല്ല, 2 മാസം 400 യൂണിറ്റാണ്. നമ്മുടെ ഇവിടെ 2 മാസം 400 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ് കറണ്ട് ചാർജ് വരും, 3500 രൂപ വരും. ആ സാധനമാണ് ഡൽഹിയിൽ ഫ്രീ ആയിട്ട് കൊടുത്തത്. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ദൈവം തന്ന നദി, ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം തന്ന നദി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ ഈ രൂപ കൊടുക്കുന്നു. ഡൽഹിയിലെ റിലയൻസ് തരുന്ന കറണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു. എങ്ങനെയാണ് റിലയൻസ് കറണ്ട് ഫ്രീ ആയിട്ട് തന്നത്? അവിടെയും അരവിന്ദ് കെജ്രിവാളിന്റെ ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഇത്ര വർഷമായിട്ട് ഇവിടുത്തെ കറണ്ട് വിതരണവും എല്ലാം നടത്തുമല്ലേ, ഞങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഗവൺമെന്റ് പറഞ്ഞ് എല്ലാത്തിനും സമ്മതിച്ചു. ഇതൊക്കെ നമ്മുടെ നയങ്ങള്. നമുക്ക് ഈ ആൾക്കാരെ പേടിപ്പിക്കുന്ന, ഇടതുപക്ഷക്കാര് പറയുന്നത് പോലെയോ അവിടെ അങ്ങോട്ട് നോക്കൂ ക്യൂബയിലേക്ക് അല്ലെങ്കിൽ പോളണ്ടിലേക്ക്, അവിടുത്തെ നയങ്ങള്, അവിടുത്തെ നയവ്യതിയാനങ്ങള്, ഡാസ് ക്യാപിറ്റല്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ആകെപ്പാടെ സ്വരാജ് എന്ന് പറഞ്ഞൊരു ചെറിയ ബുക്കുണ്ട്, ഒത്തിരി പേജൊന്നും ഇല്ല, ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ബുക്കാ. നമ്മുടെ നയം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അഴിമതിയെ അവസാനിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഈ അഴിമതി മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം. അപ്പൊ അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി 2012 രൂപം കൊണ്ടത്. ഇത് രൂപം കൊണ്ടപ്പം വെറുതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ ഒരു പാർട്ടി, നേരത്തെ ശാന്ത പറഞ്ഞ പോലെ 2500ഓളം രജിസ്റ്റർ ചെയ്ത പാർട്ടികൾക്കിടയിൽ എന്തിനാണ് ഒരു പാർട്ടിയും കൂടെ എന്നുള്ള ചോദ്യം ചോദിച്ചു. എന്തിനാണ് ഒരു പാർട്ടി എന്ന് അദ്ദേഹം മറുപടി കൊടുത്തില്ല. ഷീലാ ദീക്ഷിതിനെതിരെ മത്സരിച്ചു, അതായിരുന്നു മറുപടി. ഷീലാ ദീക്ഷിത് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് കെജ്രിവാൾ ആരാണ് അയാൾ എന്ന് ചോദിച്ച ഷീലാ ദീക്ഷിത്തിനെ 25,000 വോട്ടിന് പരാജയപ്പെടുത്തുക മാത്രമല്ല 49 ദിവസത്തേക്ക് അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഈ കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാന്നൊക്കെ വെറുതെ പറഞ്ഞതല്ല, വെള്ളം കൊടുക്കാമെന്ന് വെറുതെ പറഞ്ഞതല്ല, അതൊക്കെ നടത്താൻ പറ്റുമെന്ന് കാണിച്ചുകൊണ്ടാണ് അടുത്ത തവണ 49 ദിവസം കഴിഞ്ഞ് പിരിച്ചു വിട്ടപ്പെട്ട ഗവൺമെന്റ് പിന്നീട് ഇലക്ഷൻ നടന്നപ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിന്, അതായത് 3 പേരെ മാത്രം അപ്പുറത്ത് കൊടുത്തിട്ട് ബാക്കി മൊത്തം പേരെ ആം ആദ്മി പാർട്ടി എടുത്തുകൊണ്ട് അവിടെ ഭരണം പിടിച്ചത്. അത് ബാക്കി പിന്നെ ചരിത്രമാണ്. നമ്മൾ ആ ചരിത്രം ഒരുപാട് കേട്ടവരാ, ഈ വൈദ്യുതി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും. അതുപോലെ മോഹൻലാൽ ക്ലിനിക്കുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. എവിടെ നിന്നാണ് ഈ പൈസ? നമ്മുടെ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൃത്യമായി മരുന്നില്ല, രാത്രിയിൽ ചെന്നാൽ ഡോക്ടർ ഇല്ല, അത് അടച്ചുപൂട്ടി പോകും 6 മണിയൊക്കെ ആകുമ്പോൾ, ആരുമില്ല. ഇതൊക്കെ എവിടെ നിന്ന് നടന്നതെന്നുള്ള ചോദ്യത്തിലാണ് ഡൽഹിയിലെ പാലങ്ങള് 250 കോടി രൂപ അടങ്കൽ തുക വിലയിരുത്തിയ ഡൽഹിയിലെ പാലം 150 കോടി രൂപയ്ക്ക് തീരുന്നു. ബാക്കി 100 കോടി രൂപ മിച്ചവാ. അതാരും കട്ടില്ല, ആരും അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയില്ല, പാർട്ടിയിലേക്ക് വരവെച്ചില്ല. ഈ പണം എല്ലാം എടുത്തുകൊണ്ടാണ് ഡൽഹിയിലെ വികസനങ്ങളിലേക്ക് പോയത്. നമ്മളെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോട്ടയത്ത് കോടിമതയിൽ ഒരു 2ാം പാലം പണിയുന്നുണ്ട്. ആ 2ാം പാലം പകുതിയായി നിൽക്കിട്ട് വർഷങ്ങളായി, ഏതാണ്ട് 7 വർഷത്തിന് മുകളിലായി 2ാം പാലം പകുതിയായിട്ട്. അതൊരു 5 കോടി രൂപ ബജറ്റ് ഇട്ടാൽ ഇന്നൊരു 50 കോടി ആയാലും തീരാത്ത സ്ഥലത്തേക്ക് പോയി. അതായത് 5 കോടി രൂപ അടങ്കലിട്ടാൽ 45 കോടി രൂപ കൂടുതൽ മുടക്കുന്നവരാണ് നമ്മള്. അവിടെ 250 കോടി രൂപ അടങ്കലിട്ടിട്ട് 150 കോടിക്ക് തീർക്കുന്നു. അപ്പൊ ആ വിപ്ലവം അത് ആർക്കും പറ്റും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം ആർക്കും പറ്റും, ഏത് ഗവൺമെന്റിനും പറ്റും. ഇന്ന് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലെന്ന് പറയും. അതിനും വളരെ ദയനീയമുണ്ട്. ഈ LSS USS പരീക്ഷകളുണ്ട്, നമ്മുടെ കൊച്ചു പിള്ളേർ എഴുതുക. 4ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന LSS പരീക്ഷയും 7ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന USS പരീക്ഷയും, അവർക്ക് എല്ലാ മാസവും ഒരു സ്കോളർഷിപ്പ് കിട്ടും. നിങ്ങളൊന്ന് പഠിച്ചു, കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഈ സ്കോളർഷിപ്പ് പിള്ളേർക്ക് കൊടുക്കുന്നില്ല, കാരണം ഗവൺമെന്റിന്റെ പണമില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മക്കളെല്ലാരും പോകും. അവരാരും ഈ നാട്ടിൽ നിൽക്കില്ല. അവരാരും ഇവിടുത്തെ സ്കൂളുകളിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സ്കൂളുകളിൽ കോളേജുകളിൽ പഠിക്കാൻ പോകുന്നവൻ ഇന്ന് സിദ്ധാർത്ഥന്റെ അനുഭവം എനിക്ക് ഉണ്ടാവും എന്നുള്ള പേടിയില്ല. ഒന്ന് ഓർത്തോണം, എന്താണ് ആ പയ്യൻ ചെയ്തത്? ഇനി അവനൊരു കുറ്റവാളിയാണെന്ന് തന്നെ കരുതുക. ആൾക്കൂട്ടത്തിന് വിചാരണ ചെയ്ത് അവനെ പരസ്യമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ഇവിടുത്തെ ആർക്കാ അവകാശമുള്ളത്? പിന്നെ എന്തിനാ കോടതിയും പോലീസും? ഒരാൾക്കെതിരെ ഇന്ന് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ആ മരണപ്പെട്ടു പോയ പയ്യൻ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്കൊക്കെ ശരിക്കും പുച്ഛം തോന്നില്ലേ? നമ്മുടെ തലമുറയ്ക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തോട് പുച്ഛം തോന്നും. നമുക്കല്ല, നമ്മുടെ തലമുറയ്ക്ക്, ഇനി വരുന്ന തലമുറകൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തോട് പുച്ഛം തോന്നുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ പ്ലസ് 2 കഴിയുമ്പോഴത്തേക്കും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവൻ 5ാം ക്ലാസ്സിലെ നാട് വിടാൻ ആഗ്രഹിക്കും. ആ കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കഥ കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഒരു രാജാവ് ഒരിക്കൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിവെക്കൽ എന്നൊരു വൃദ്ധൻ ഒരു മാവ് നടുന്ന കാഴ്ചകൾ. പടുവൃദ്ധൻ, ഏത് നിമിഷവും മരിച്ചു പോകുന്ന ഒരു വൃദ്ധൻ ഒരു മാവ് നടുക. രാജാവ് ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ മാവ്, നിങ്ങൾ ഏത് നിമിഷവും മരിച്ചു പോകുന്ന മനുഷ്യനല്ലേ? അപ്പൊ അയാൾ പറഞ്ഞ മറുപടിയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ മാവ് എന്റെ ജീവിതകാലത്ത് പൂക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ മക്കളോ
അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയ്ക്കോ ഈ മാവ് ഒരു വലിയ വൃക്ഷമായി തണൽ കൊടുക്കും, കൃത്യമായിട്ട് മാങ്ങ കൊടുക്കും. ഇവിടുത്തെ പക്ഷികൾക്കും അന്നുള്ള ചെറുജീവികൾക്കും ഈ മാവ് ഒരു ആശ്രയമായി മാറുമെന്ന് എനിക്കറിയാം. എനിക്ക് ആ നേട്ടം വേണ്ട. ഇതാണ് ഓരോ ആം ആദ്മി പാർട്ടിക്കാരോട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പല പല തരത്തിലുള്ള തിരിച്ചടികൾ നമുക്ക് ഉണ്ടാകാം. നമ്മളൊരു സംസ്ഥാന നേതൃത്വത്തെയോ ഒരു ജില്ലാ നേതൃത്വത്തെയോ ഒരു മണ്ഡല നേതൃത്വത്തെയോ അല്ല കാണേണ്ടത്. പണ്ട് മുതലേ കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കെജ്രിവാൾ ആകാനാ. നമ്മുടെ പാർട്ടിയുടെ പ്രത്യേകത, നമുക്കൊരു സംസ്ഥാന നേതൃത്വം ഉണ്ടാകാം, ജില്ലാ നേതൃത്വം ഉണ്ടാകാം, നേതൃത്വം വേണം, വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ വൃദ്ധന്റെ സ്ഥാനത്താണ് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു മാവ് നടുക. നമുക്ക് സ്ഥാനം കിട്ടുന്ന പ്രതീക്ഷ വേണ്ട, നമുക്ക് സ്ഥാനം കിട്ടുന്നുള്ള നേട്ടം വേണ്ട. നമ്മളിൽ പലരും 50 കഴിഞ്ഞവരും, നമുക്ക് ഇനിയൊന്നും കിട്ടാനൊന്നുമില്ല. നമ്മുടെ ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞു പോയി. പക്ഷെ നമ്മുടെ തലമുറ, നമ്മുടെ മക്കള് നാളെ ഇവിടെ തന്നെ കാണണം. നമുക്ക് സന്തോഷത്തിന് നമ്മുടെ മക്കളെ വിളിച്ചാൽ കൈ അടുത്ത് കിട്ടണം. അതിനുവേണ്ടിയുള്ള സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കണം. ആ വൃദ്ധനിലേക്ക് നമ്മൾ പോവുക. നമ്മൾ ഒരു നേട്ടവും പ്രതീക്ഷിക്കേണ്ട. ഒരു നേട്ടവും പ്രതീക്ഷിച്ച് ആരും ആഹ്ലാദങ്ങളിലേക്ക് വരണ്ടെന്ന് അനുബന്ധിച്ചോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലോ BJP-യിലോ അതുപോലുള്ള മുസ്ലിം ലീഗിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട്. അവർക്ക് നാടിനോടുള്ള കടപ്പാടല്ല, അവർക്ക് വീടിനോടുള്ള കടപ്പാടാണ്. നമുക്ക് വീടിനോടല്ല, നമ്മളോടല്ല, നമുക്ക് നാടിനോടാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഈ അകത്താരികളിൽ കിടക്കുന്ന ഈ രാഷ്ട്രീയമാകുന്ന ക്യാൻസറിനെ, ഈ അർബുദത്തിനെ വലിച്ചു കീറിയെടുത്ത് നമ്മുടെ ചൂലുകൊണ്ട് നമുക്ക് തൂത്ത് കാലത്തിന്റെ ചവറ്റുകെട്ടിലേക്ക് വലിച്ചെറിയാനുള്ള ശക്തി ഇവിടെ ഇരിക്കുന്ന എല്ലാ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീരെ ചെറിയ പ്രായത്തില് ജയിലിൽ പോയി തൂക്കുകയറേണ്ടി വന്ന ഭഗത് സിംഗിനെയും സുഖ്വേന്ദർ സിംഗിനെയൊക്കെ നമ്മളൊന്ന് മനസ്സിൽ ഓർത്തു. ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ബാരിസ്റ്റർ ജോലിയിൽ നല്ല പൈസ ഉണ്ടാക്കാമായിരുന്നിട്ടും എല്ലാം കളഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങിയ മഹാത്മാഗാന്ധി നമ്മൾ ഓർക്കുക. വലിയ കോടീശ്വരനായി ഈ രാജ്യത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ പറ്റിയിട്ടും ഇവിടുത്തെ ജയിലിൽ പോയി കിടന്ന ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ ഓർക്കുക. നമ്മളൊരു 2ാം സ്വാതന്ത്ര്യ സമരത്തിലാണ്. 1ാം സ്വാതന്ത്ര്യ സമരം ഒരുപാട് പ്രശസ്തരാണ്, കാശുകാരാണ്, സ്വന്തം ജീവിതം നന്നായിട്ട് കരിപ്പിടിക്കാൻ കഴിയുന്നവരാണ് ഈ ജയിലിലേക്ക് പോയവരും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരും. അവരൊക്കെ അന്ന് ചുമ്മാ ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പോലും സംസാരിക്കാൻ പോലും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ മുന്നണി പോരാളികളാണ്. നമ്മുടെ നേതാക്കന്മാരെ പോലെ നാളെ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ജയിലിൽ കിടക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ നമ്മൾ വളർത്തും. ഇതിനകത്ത് എത്ര ചിത്രശക്തികൾ ഉണ്ടായാലും ഏതൊക്കെ കോർപ്പറേറ്റ് പാർട്ടികൾ ഉണ്ടായാലും നമ്മൾ ആ പാർട്ടിയിലേക്ക് ഒന്നും പോകില്ല. ഇപ്പൊ നമുക്കൊക്കെ തോന്നും ഒരു കോർപ്പറേറ്റ് പാർട്ടി വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്നു. ഒരിക്കലുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സ്റ്റേറ്റ്മെന്റിൽ സാബു ജേക്കബിനോട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഇച്ചിരി ഇഷ്ടം പോയത്, എന്നെ അറസ്റ്റ് ചെയ്താൽ വീണ വിജയനെതിരെയുള്ള തെളിവുകൾ ഞാൻ പുറത്തു വിടുമെന്ന. എനിക്ക് അയാളോടുള്ള അവസാനത്തെ ഇഷ്ടവും പോയി. കാരണം നമ്മൾ അഴിമതിക്കെതിരെ വന്നവരാ. ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ കൃത്യസമയത്ത് അത് പുറത്തു വിടണം. ഈ ഭരണം പോയ പോട്ടെ, നമ്മുടെ രാജ്യമാണ് വലുത്. അതാണ് അരവിന്ദ് കെജ്രിവാളുടെ കൂടെ ഉള്ളവർ ചെയ്തത്. അതുകൊണ്ടാണ് പലരും അകത്ത് കിടക്കുന്നത്. നമ്മൾ പേടിക്കണ്ട, ഇതൊന്നും ശാശ്വതമല്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ഈ പരിപാടിയിൽ പ്രസംഗിച്ച എല്ലാവർക്കും ആശംസകളോടെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയിക്കും, ജയിക്കുക.